നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ശബരിമല തീർത്ഥാടനത്തിൽ പ്രധാനമാണ് കെട്ടുനിറയ്ക്കൽ. കലിയുഗവരദനായ ശബരീശനെ ധ്യാനിച്ച് മാനാഭിമാനങ്ങൾ വെടിഞ്ഞ് ഉച്ചത്തിൽ ശരണം വിളിച്ച് വേണം കെട്ടുനിറയ്ക്കാൻ. വെറ്റില, പാക്ക്, നാണയം, നാളികേരം എന്നിവ ഒരുമിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉമാമഹേശ്വരന്മാരെയും പിതൃക്കളെയും സ്മരിച്ച് സ്വാമിയെ ആവാഹിക്കുന്നു എന്ന സങ്കല്പത്തോടെ വേണം കെട്ടിനുള്ളിൽ അവ വയ്ക്കാൻ. ആദ്യം മുൻകെട്ടിലുള്ളവയായിരിക്കണം നിറയ്ക്കേണ്ടത്. അതോടെ ഭഗവാന്റെ സങ്കല്പ സാന്നിധ്യത്താൽ ഇരുമുടിക്കെട്ട് ചൈതന്യമുള്ളതായി തീരും. അതിനുശേഷം 3 പ്രാവശ്യം കൈ നിറയെ അരിയെടുത്ത് മുൻകെട്ടിൽ നിറയ്ക്കണം. തുടർന്ന് നെയ്തേങ്ങ ഭക്തിയോടെ മുൻകെട്ടിൽ തന്നെ വയ്ക്കണം. തുടർന്ന് പൂജാസാധനങ്ങളും നിറച്ച ശേഷം ഗുരുസ്വാമി കെട്ട് നിറയ്ക്കുന്നു. അതിനുശേഷം കേരബലിക്കുള്ള നാളികേരം അത്യാവശ്യമായ മറ്റ് പദാർത്ഥങ്ങളും ചേർത്ത് പിൻകെട്ട് നിറയ്ക്കുന്നു. ഇരുമുടിക്കെട്ട് തലയിലേറ്റും മുൻപ് പ്രത്യേക ചടങ്ങുണ്ട്. ഒരു വെറ്റില, പാക്ക്, നാണയം എന്നിവ കയ്യിലെടുത്ത് അയ്യപ്പമുദ്ര ധരിച്ച ശേഷം അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പിഴ ചെയ്തു പോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ദർശനം കഴിഞ്ഞ് തിരികെ എത്തും വരെ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ച് കിഴക്ക് ദർശനമായി നിൽക്കണം. ഗുരുസ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് ഇരുമുടിക്കെട്ട് സ്വീകരിക്കുന്നതോടെ ഈശ്വര സന്നിധിയിലേക്കുള്ള തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നു. നാളെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ്. ദേവിയുടെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമൂടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചുകൊള്ളേണമേ. അടുത്തതായി രാമായണ ദർശനം. സുഗ്രീവനുമായി സഖ്യമുണ്ടായാൽ ഇരുവർക്കും ഗുണമുണ്ടാകുമെന്ന് ഹനുമാൻ ശ്രീരാമനോട് പറയുന്നു. ശ്രീരാമന്റെ സഹായത്താൽ സുഗ്രീവന് ബാലിയെ വധിക്കാം.
പരോപകാരമായി സീതാ അന്വേഷണത്തിൽ ശ്രീരാമനെ സുഗ്രീവൻ സഹായിക്കുമെന്ന് ഹനുമാൻ നയചാതുര്യത്തോടെ അവതരിപ്പിക്കുന്നു. അനന്തരം ഹനുമാന്റെ തോളിലേറി ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവന്റെ മുന്നിലെത്തുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വർണ്ണിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹനുമാൻ സുഗ്രീവനെക്കുറിച്ചും തന്നെക്കുറിച്ചുമെല്ലാം ശ്രീരാമനെ ബോധിപ്പിച്ചു. അനന്തരം സുഗ്രീവനുമായി സഖ്യം ചെയ്യുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ, വേല ചെയ്യാമതിനാവോളമാശു ഞാൻ, ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളുകുൾ താപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലമ്മാറുമാരുതി. ഹേ രാമ, സുഗ്രീവനുമായിട്ട് അങ്ങ് സഖ്യം ചെയ്യുകയാണെങ്കിൽ രണ്ടു പേർക്കും ശത്രുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. സുഗ്രീവനെ സംബന്ധിച്ച് വാലിയെ വധിക്കാം. അങ്ങയെ സംബന്ധിച്ചാവട്ടെ ആരാണോ സീതയെ ഹരിച്ചത് ആ ദുഷ്ടനെയും വധിക്കാം. ഇങ്ങനെ രണ്ടു കൂട്ടർക്കും കാര്യസാധ്യമുണ്ടാകും. ഇത് അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ കൂടെ പുറപ്പെട്ടാലും. ഇതാണ് ഹനുമാൻ പറയുന്നത്. ഈ ഭാഗത്ത് വാൽമീകീയ രാമായണത്തിൽ തങ്ങൾ സുഗ്രീവനെ കാണാൻ ഇച്ഛിച്ചു തന്നെ വന്നവരാണ് എന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഹനുമാൻ രാമ സുഗ്രീവന്മാർക്കിടയ്ക്ക് സഖ്യം സംഭവിക്കുകയാണെങ്കിലുള്ള ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഏതായാലും ഇവിടെ ഹനുമാൻ തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്രകാരം പറഞ്ഞ് ഹനുമാൻ സ്വന്തം വാനര രൂപത്തെ തന്നെ പ്രാപിച്ചു. ഇപ്പോൾ ബ്രാഹ്മണ കുമാരനായിട്ട് ആണ് വന്നത്. ഇത്രയും നേരം സംഭാഷണം ആ വടുരൂപത്തിലാണ്. എന്നാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എൻ്റെ കൂടെ വന്നാലും എന്ന് പറഞ്ഞതോടുകൂടി ഹനുമാൻ സ്വന്തം രൂപത്തെ പ്രാപിച്ചു. ഈ ഭാഗമെല്ലാം സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയവർ യഥേഷ്ടം രൂപം മാറാൻ സാമർഥ്യമുള്ളവരായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. പോകമമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമകലെ കളഞ്ഞാലും, അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുത്പല നേത്രനും അനുവാദവും ചെയ്തു. വേഗം തന്നെ നിങ്ങൾ എൻ്റെ ചുമലിൽ കയറിക്കൊള്ളൂ എന്ന് ഹനുമാൻ പറയുകയാണ്. രാമനാകട്ടെ ശബരി സുഗ്രീവനുമായി ബന്ധപ്പെട്ടാൽ കാര്യസാധ്യമുണ്ടാകും എന്ന് പറഞ്ഞത് ഓർമ്മിക്കുകയും ചെയ്തു. ഇവിടെയും നമ്മൾ ശ്രദ്ധിച്ചതാണ്, അധ്യാത്മരാമായണത്തിലാണ് ശബരിയിൽ നിന്ന് അത്തരം വാക്യങ്ങൾ രാമൻ കേൾക്കുന്നത്. ഏതായാലും ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവസന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന.
ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമെത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകൂ മനുജനും കാമദാരാർത്ഥം ഇവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞ അദ്രീശ്വരഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളിയിടിനാറ്. ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻ്റെ പുറത്ത് ചുമലിൽ കയറി. ഹനുമാനാകട്ടെ വളരെ വേഗതയിൽ അവരെ വഹിച്ച് സുഗ്രീവ സന്നിധിയിലെത്തി. സുഗ്രീവനോട് പറയുകയാണ്, ഹേ ഭാസ്കരനന്ദന, മഹാഭാഗ്യം മഹാഭാഗ്യം. ഭാസ്കരവംശ സമുദ്ഭവനായ, സൂര്യവംശ സമുദ്ഭവനായ രാമനും അനുജനായ ലക്ഷ്മണനുമാണ് ഇവിടെ എഴുന്നള്ളിയിട്ടുള്ളത്. ഇത് മഹാഭാഗ്യമാണ്, നമ്മുടെ കാര്യസാധ്യം നേടുമെന്നർത്ഥം. അങ്ങനെ രാമലക്ഷ്മണന്മാരെ സുഗ്രീവന് പരിചയപ്പെടുത്തി. ശ്രീരാമനും ലക്ഷ്മണനുമാകട്ടെ വൃക്ഷഛായയിൽ വളരെ വിശ്രാന്തചേതസ നിന്നരുളിയിടിനാർ. വിശ്രാന്തചേതസ എന്ന് പറഞ്ഞത് തങ്ങളുടെ കാര്യസാധ്യം നിശ്ചയമായും ഉണ്ടാകും എന്നുള്ള ആ ഒരു ഭാവന ഉൾക്കൊണ്ട്, അതുകൊണ്ട് തന്നെ ക്ലേശങ്ങളെല്ലാം ഒഴിഞ്ഞവരായി സീതയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി അവർ നിലകൊണ്ടു. ഈ ഭാഗത്ത് വാൽമീകിയ രാമായണം വളരെ ശ്രദ്ധേയമായ വർണ്ണനയുണ്ട്. രാമൻ സുഗ്രീവനെ ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നും സുഗ്രീവന് ശരണമായി രാമൻ വന്നു ചേർന്നിരിക്കുന്നു എന്നും രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഹൃദ്യമനോഹരങ്ങളായ ശ്ലോകങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. വളരെ സുന്ദരമായ മനോഹരങ്ങളായ ശ്ലോകങ്ങളാണ് വാൽമീകീയത്തിൽ. അതിൻ്റെ സൗന്ദര്യം ഇതാണ്. രണ്ടുപേരും സന്ധി ഉണ്ടാവാൻ പോകുന്നു. ആ സന്ധിക്ക് മുന്നോടിയായിട്ട് സുഗ്രീവന് ശരണമായി രാമനെന്നും രാമന് ശരണമായി സുഗ്രീവനെന്നും രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാവുന്ന ഭാഗമാണത്. അങ്ങനെ അവർക്കിടയിലെ സന്ധിക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. വശ്യമായ ഭാഷാപ്രയോഗത്തിലൂടെ ഹനുമാൻ ശ്രീരാമൻ്റെ ഹൃദയത്തിലാണ് സ്ഥാനമുറപ്പിച്ചത്. ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നു. ഒരുവൻ പറയുന്ന വാക്ക് അവന് രക്ഷാകവചം ഒരുക്കും എന്ന വേദസാരാംശം ഹനുമാനിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഇനി സനാതനധർമ്മം. ഋഷിയെ ഈശ്വരനായി ദർശിച്ച് ആരാധിച്ചവരാണ് ഭാരതീയർ. ഋഷീശ്വരന്മാരാണ് ജന്മമുക്തിക്ക് കാരണമായ ആത്മതത്വങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അവർ ജനങ്ങളെ പ്രബുദ്ധരാക്കി എന്ന് മാത്രമല്ല, അജ്ഞത മാറ്റി നേർവഴി തെളിയിച്ചവരുമാണ്. മനുഷ്യൻ ദൈവമാകുന്നതും ആ മനുഷ്യ ദൈവത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമിനി അതുല്യാമൃതപ്രാണ സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. അടുത്ത കാലത്തായി പ്രചാരത്തിൽ വന്ന ഒരു വാക്കാണ് ആൾദൈവം. ആൾദൈവം എന്നത് കടം വാങ്ങിയ ഒരു വിദേശ ആശയമാണ്. ദൈവത്തിനൊരിക്കലും മനുഷ്യനാകാനോ മനുഷ്യനൊരിക്കലും ദൈവമാകാനോ സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണിവിടെ. ചില സങ്കുചിത ചിന്താഗതിക്കാർ പറയുന്ന വാക്കാണ് മനുഷ്യദൈവം. ശരിയായ ശാസ്ത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകളെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്നവരാണ് എല്ലാവരും. ഭൂതകാലത്തെ ദൈവത്തിൽ വിശ്വസിക്കാം, എന്നാൽ വർത്തമാന ദൈവങ്ങളിൽ വിശ്വസിച്ചുകൂടാ. ഇതൊരു യുക്തിരഹിതമായ നിലപാട് തന്നെ. എന്നാൽ ആൾദൈവങ്ങളെ എതിർക്കുന്നവരിൽ ഏറെ പേരും ആൾദൈവ വിശ്വാസികൾ ആണ് താനും. സനാതനധർമ്മം ഒരു സമ്പൂർണ്ണ ജീവിത ദർശനമാണ്. ആധ്യാത്മികമെന്നോ ഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ജീവിതത്തിന് സകല മേഖലകളെയും പൂർണ്ണതയോടെ സൃഷ്ടിയിൽ കാണാൻ കഴിയും. ആരോഗ്യത്തെ സംബന്ധിച്ച ആയുർവേദവും
ആയുധ നിർമ്മാണവും ആയോധന കലയും ചേർന്ന പ്രതിരോധത്തിനായുള്ള ധനുർവേദവും സകലവിധ സുകുമാര കലകളുടെയും ശാസ്ത്രമായ ഗന്ധർവവേദവും ഭൂമിയിൽ വായുവിൻ്റെ ഗതിവിഗതികളെ മനസ്സിലാക്കി മനുഷ്യാലയവും ദേവാലയവും നിർമ്മിക്കുവാൻ ആവശ്യമായ വാസ്തുശാസ്ത്രവും കൂടാതെ ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം, മനഃശാസ്ത്രം എന്നുവേണ്ട പൂർവികർ സ്പർശിക്കാത്ത മേഖലകൾ ഇല്ല തന്നെ. എല്ലാം തന്നെ പൂർണ്ണതയിലാണ്. ഇന്നത്തെ ആധുനിക ശാസ്ത്രമെല്ലാം ഇതിൻ്റെ തുടർച്ച മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഈശ്വര അനുഭൂതിയാണ്. അത് മരിച്ച ശേഷമല്ല, ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ സാധ്യമാണ്. ഇവിടെ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചവും ഏകമായ സത്യത്തിലാണ് നിലകൊള്ളുന്നത്. ഒരാറ്റത്തിലുള്ളതെല്ലാം ഒരു കണത്തിലുണ്ട്. ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം പിണ്ടാണ്ടത്തിലുമുണ്ട്. പരമാത്മാവിലുള്ളതൊക്കെ ജീവാത്മാവിലുമുണ്ട്. ഈ തലത്തിൽ നോക്കുമ്പോൾ എല്ലാത്തിനും ചൈതന്യമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഇത് തന്നെയല്ലേ ഇന്നത്തെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതും അംഗീകരിച്ചതും എല്ലാം ദൈവഗണമാണ് എന്ന്. മനുഷ്യനാണ് ദൈവം എന്ന് പറയുമ്പോൾ മറ്റൊന്നും ദൈവമല്ലേ എന്ന ചോദ്യം വരാം. ഈശ്വരൻ്റെ പ്രകടിത രൂപമാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമെല്ലാം എന്നിരിക്കെ എങ്ങനെ മനുഷ്യൻ മാത്രം ദൈവമാകും? ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഈശ്വരനാൽ ആച്ഛാദനം ചെയ്തിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. ആൾ ദൈവങ്ങളല്ല, ഓൾ ദൈവങ്ങളാണ്. ഇത് തന്നെ അമ്മ പറയുന്നു. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, സമുദ്രവും തിരയും രണ്ടല്ല, എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ടാണ് എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ച ശിഷ്യനോട് ഗുരു പറയുന്നു, തത്വമസി, അത് നീയാകുന്നു. ശിഷ്യൻ അത് മനനം ചെയ്യുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമല്ല താനെന്ന് അനുഭവമുണ്ടാകുന്നത്. ഈശ്വരനുണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഈശ്വരനെ കാണാൻ കഴിയും എന്നത് തന്നെയാണ് തെളിവ്. ദർശംനോ വിശ്വദർശതം യഥാ ജൂഷതേ മേ ഗിരഹ. ഋഗ്വേദം പറയുന്നു, എല്ലാവരാലും കാണപ്പെടേണ്ടവനായ അവനെ, ഈശ്വരനെ ഞാൻ കണ്ടിരിക്കുന്നു. ഇത്രയും ആധികാരികമായി പറഞ്ഞവരാണ് മഹാപുരുഷന്മാർ. ഈശ്വരനെ കാണണം എന്നുള്ളവർ ഈശ്വരനെ ദർശിച്ചവരുടെ വാക്കുകളെ വിശ്വസിച്ച് ആദ്യം മുന്നോട്ട് പോകണം. അതിനായി പ്രവർത്തിക്കണം. അപ്പോഴാണ് ഈശ്വരാനുഭൂതി ഉണ്ടാകുന്നത്. വെറുതെ ശ്ലോകം ചൊല്ലിയതുകൊണ്ടോ തർക്കിച്ചതുകൊണ്ടോ ആയില്ല. മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം ദൈവികതയാണെങ്കിൽ എന്തുകൊണ്ട് അതിനെ അറിയുന്നില്ല? നമ്മൾ പുറത്തേക്കുള്ള കാഴ്ച നിർത്തി ഉള്ളിലേക്ക് നോക്കണം. മനു അവബോധനെ എന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന ശബ്ദം വന്നിരിക്കുന്നത്. മനനം ചെയ്യാൻ കഴിവുള്ളവൻ, കാര്യത്തിലൂടെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും അങ്ങനെ കണ്ടെത്തിയ അറിവിനെ സാക്ഷാത്കരിക്കുവാനും ഉള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇതാണ് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠനാക്കുന്നത്. ഋഷിയെ ഋഷീശ്വരൻ എന്നാണ് വിളിച്ചിരുന്നത്. ആ ഋഷീശ്വരന്മാരാണ് ആത്മീയതയുടെ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അവർ ജനങ്ങളെ പ്രബുദ്ധരാക്കി, ഐക്യത്തോടെ ഒന്നിച്ചു നിർത്തി. അജ്ഞത നീങ്ങിയ ജനങ്ങൾ നേർവഴി കണ്ടു നടന്നു. അനുഭൂതിയിലൂടെ ആനന്ദം നിറഞ്ഞു. ദുഃഖിതർ കണ്ണു തുടച്ച് നിറപുഞ്ചിരി പൊഴിച്ചു. ഇന്ന് അമ്മ നൽകുന്ന സുരക്ഷിതത്വവും കരുതലും കൊണ്ട് 10,000-കണക്കിന് ആളുകൾ അമ്മയിലൂടെ ജീവിക്കുന്നു. അത് ആരാധനയായി മാറി. അവരെ സംബന്ധിച്ച് അവർക്ക് ദൈവം അമ്മ തന്നെയാണ്. അമ്മ പറയാറുണ്ട്, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ദുഃഖമുണ്ട്, ചുറ്റിലും ദുഃഖിക്കുന്നവരുമുണ്ട്. ദുഃഖിതരുടെ കണ്ണുനീരൊപ്പുന്നവർ, നിരാശയുടെ പടുക്കുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്നവർ നമ്മെ സംബന്ധിച്ച് ദൈവം തന്നെയാണ്. അമ്മയെ ആൾ ദൈവമെന്ന് വിളിക്കുന്നു. അമ്മയുടെ അഭിപ്രായം എന്താണ്? ഒരു പത്രപ്രവർത്തകൻ അമ്മയോട് ചോദിച്ചു. അതിന് മറുപടിയായി അമ്മ പറഞ്ഞു, അമ്മ ഒരിക്കലും അമ്മയെ ദൈവമായി വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അവനവനിൽ വിശ്വസിക്കുക. ആകാശത്തിനപ്പുറം ഇരിക്കുന്ന ഒരാളല്ല അമ്മയുടെ ദൈവം. കാഴ്ചപ്പാടിലാണ് വ്യത്യാസം വരേണ്ടത്. ഈ പറയുന്നവരെല്ലാം രാമനെയും കൃഷ്ണനെയും നബിയെയും ക്രിസ്തുവിനെയും ആരാധിച്ചില്ലേ? അവരൊക്കെ മനുഷ്യരായിരുന്നവരല്ലേ? അമ്മയെ ആരാധിക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അവരെയാണ് ആരാധിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളാണ് ദൈവം. സമുദ്രത്തിലെ ഓരോ നുരയും ചെറുതിരയും കൂടി സമുദ്രമാണ് എന്നറിയുന്നത് പോലെ സച്ചിദാനന്ദ സാഗരമായ
ഈശ്വരൻ്റെ അംശമാണെല്ലാം. മനുഷ്യ മനസ്സ് ഈശ്വരോന്മുഖമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന അനുഭവമുണ്ടാകുന്നു. ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കണ്ട് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ദൈവം. ഓം അമൃതേശ്വരി നമഃ. ഈശ്വരനെ കാണണം എന്നുള്ളവർ ഈശ്വരനെ ദർശിച്ചവരുടെ വാക്കുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി പ്രയത്നിക്കണം. അപ്പോഴാണ് ഈശ്വരാനുഭൂതി ലഭിക്കുന്നത്. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.